ഇവിടെ വരെ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ ആപ്പാണ്. അഥവാ നമ്മൾ എടുക്കുന്ന ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കി കളയുക, അത് റിമൂവ് ചെയ്ത് കളയുക. അതാണ് ഈ ആപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് റിമൂവ് എന്ന് അടിക്കുമ്പോൾ തന്നെ വരും, റിമൂവ് ബാഗ് എന്ന് അവിടെ വരും. അതിനുശേഷം എന്താണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ്. അതിനുശേഷം നമ്മൾ ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഇതിലാണ് ഇത് എത്തിപ്പെടുക. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലോഡ് ഇമേജ് എന്ന് കാണാം. അതിൽ ജസ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഗാലറി എന്ന് വരുന്നതായിരിക്കും. ഈ ഗാലറി ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതേമാതിരി നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് നോക്കുക. നമ്മൾ ഗാലറിയിൽ ഗാലറി പോയതിന് ശേഷം നമ്മൾ ഫോട്ടോസ്, ഞാൻ ഈ ഫോട്ടോ അവിടെ സെലക്ട് ചെയ്യണത്. ഇതിൽ ഞാനും ഞങ്ങൾ 4 ആളുകളുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഈ ഫോട്ടോ ഇതിനെ നിൽക്കുക. അതിന് ശേഷം ആ ഫോട്ടോ ഇവിടെ വരും. ഞാനും 4 ആളുകളുള്ള ഒരു ഫോട്ടോ ആയിരുന്നു കണ്ടോ. ഇനി അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഡൗൺലോഡ് എന്ന് കാണാം. ഈ ഡൗൺലോഡിൽ അമർത്തി കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ 2 ഓപ്ഷൻ കാണാം. ഡൗൺലോഡ് കൊടുക്കുക. ഈ ഫ്രീ ഓപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ അപ്പോൾ സാധനം ഓക്കെ ആയി. ഇനി നമ്മളത് എവിടെ ഉണ്ടാവുക, ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഷെയർ എന്ന് കാണാം. അതിൽ നോക്കിയാൽ ഇത് എങ്ങോട്ടും വേണമെങ്കിലും ആക്കാം. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇത് ബാക്ക് അടിച്ചാൽ, ഇപ്പോൾ ബാക്ക് അടിക്കുക, ഗാലറി പോയി നോക്കിയാൽ അതാണ് ഗാലറിയിൽ ആ സാധനമുണ്ട്. അങ്ങനെ നമുക്ക് ഏത് ഫോട്ടോസ് വേണമെങ്കിലും നമ്മുടെ ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് ഏത് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിലും, ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ഫോട്ടോ ആണ് ഇവിടെ കാണുക. ഇനിയോ വേറെ ഫോട്ടോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗാലറി പോവുക. ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഇതൊരു ഫോട്ടോ ആണ്. ഇതിലിപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഒന്ന് ഇതാക്കണമെങ്കിൽ കണ്ടാ അതവിടെ ഡൗൺലോഡായി. ഇവിടെ കൊടുക്കുക, ഈ ഫ്രീയിൽ അമർത്തുക. അതിന് ശേഷം ഇനി നമ്മൾ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ആ ഫോട്ടോൻ്റെ അവിടെ ബോർഡും ലോറിൻ്റെ ട്രെയിലറിൻ്റെ ബാക്കുമായിരുന്നു. ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യൽ. അപ്പോൾ ഈ അറിവ് എല്ലാവരിലേക്കും എത്തിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നന്ദി, നമസ്കാരം. ഇനി അടുത്തൊരു വീഡിയോയിൽ വേറെ നമുക്ക് കാണാം. ഈ വീഡിയോക്കൊപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർമ്മിച്ച യൂട്യൂബ് തമ്പനയിൽ എങ്ങനെ നിർമ്മിക്കുക എന്നതിൻ്റെ ബാക്കി ഭാഗം കൂടി ഉണ്ട്. അത് താല്പര്യമുള്ള ആളുകൾക്ക് കാണാം. ഓക്കെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഭാഗം ഈ സോഫ്റ്റ്വെയർ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ സോഫ്റ്റ്വെയറിൽ ഡൗൺലോഡ് ചെയ്തത് എവിടെ വെച്ചാൽ അത് എടുക്കാം. നമ്മളിങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മൾ ആഡ് ചെയ്യണത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഫേസ്ബുക്ക് നമ്മൾ മുകളിൽ പോയിട്ട് ഇവിടെ പ്ലസ്സിൽ നിൽക്കുക, ടെക്സ്റ്റ് മെസ്സേജ് ഉണ്ടാവും. അപ്പോൾ ഇതേമാതിരി ഒരു കോളം വരും. ആ കോളത്തിൽ 2 പ്രാവശ്യം നിൽക്കിയാൽ നമുക്കിവിടെ ഇഷ്ടമുള്ളത് ഇവിടെ എഴുതി ചേർക്കാം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ ചെയ്തത് കൊണ്ട് ഇനി അത് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ യൂട്യൂബ് ഇവിടെ സെറ്റ് ചെയ്ത് ഈ ഫേസ്ബുക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക, അതിൽ ബാക്കിൽ ഇങ്ങനെ വരിക. ഇങ്ങനെ വന്നതിന് ശേഷം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണാം. ഈ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ താഴെ വരിക, ഇതിൽ ഓക്കെ കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള കളറ് ഉണ്ടോ. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ പല കളറിൽ അതാക്കുക. നമ്മൾ വെള്ള കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ശരി, വലത് ഭാഗത്ത് ശരി കാണാം. ഈ ശരിയിൽ അമർത്തുക. എന്നതിന് ശേഷം നമ്മൾ ഫേസ്ബുക്കിൻ്റെ കളറ് ശരിക്ക് നീലയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വീണ്ടും കളർ തന്നെ വരിക, കളറിൽ നിൽക്കുക. ഇതിന് താഴെ കളറിൻ്റെ പല കളർ നമുക്ക് ഇഷ്ടമുള്ള ആക്കാം. ഇവിടെ കൊടുക്കുക, ഫേസ്ബുക്ക് ഓക്കെ. നമ്മൾ കളർ ആക്കിയതിന് ശേഷം നമുക്ക് ഇനിയിവിടെ വേറെ യൂട്യൂബ് തമ്പനയിൽ ഒന്ന് കൊടുക്കണം. അപ്പോൾ ഇതിന് 2 അമർത്തുക. ഇവിടെ
തമ്പനിയിൽ നിന്ന് കൊടുക്കുക, ഓക്കെ കൊടുക്കുക, അതുകൂടെ വെക്കുക. അത് കളറ് മാറ്റണം എന്നുണ്ടെങ്കിൽ താഴെ കളറിൽ വരിക. ഇഷ്ടമുള്ള കളറ് നമുക്ക് ഓൾറെഡി ഒരു അതിന് ശേഷം നമ്മളത് അതിൻ്റെ അക്ഷരത്തിൻ്റെ സൈസ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ AB എന്നുള്ള അമർത്തുക. അതിന് ശേഷം ഇതിൽ ഇഷ്ടമുള്ള മോഡൽ നമുക്ക് ആക്കട്ടെ, അത് അവനവൻ്റെ ഇഷ്ടത്തിന് ചെയ്യുക. ഇതിൽ കൊടുക്കുക. അതല്പം ഒന്ന് കട്ടി കൂടി ഇങ്ങനെ കുറച്ച് വലുതാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വലുതാക്കുക. ഇനി ഇതിൻ്റെ ഈ തുമ്പനെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ വീണ്ടും താഴെ വരിക. ഇവിടെ T എന്ന് കാണാമല്ലോ, ഇത് ബാക്ക്ഗ്രൗണ്ട് അമർത്തുക. നമുക്ക് ഇഷ്ടമുള്ള മോഡലാക്കുക. കളറാക്കണമെങ്കിൽ കളറാക്കുക, അല്ലെങ്കിൽ ആ കളറ് ഇപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള മാതിരി കളറിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള മാതിരി ആക്കാം തുമ്പനയിൽ. ഓക്കെ എന്നതിന് ശേഷം നമ്മളിവിടെ ഈ വലതുഭാഗത്ത് ശരി കാണാം, ഈ ശരിയിൽ അമർത്തുക. അപ്പോൾ അത് സെറ്റായി. ഇനി നമ്മളുടെ പേര് ഒന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. പേര് വേണ്ട, അല്ലെങ്കിൽ അത് നമ്മൾ ഡിലീറ്റ് ചെയ്യാണ്. ഇനി നമ്മളത് എങ്ങനെ നിർമ്മിക്കാമെന്ന് മലയാളത്തിൽ ചെയ്ത് അതിന് വീണ്ടും മുകളിൽ പോയിട്ട് പ്ലസ്സിൽ അമർത്തുക. അതിനുശേഷം ടെക്സ്റ്റ് 2 പ്രാവശ്യം അമർത്തുക. അതിനുശേഷം നമ്മളെ ചാനലിൻ്റെ പേര് തന്നെയാണ് എഴുതിയിട്ടുള്ളത്, അമ്പായക്കോടൻ റാഡോ. ഇനി നമ്മളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ ഇവിടെ നിൽക്കുക, അത് നേരെ ബാക്കിൽ വരിക. ഈ ടീയിൽ പോവുക, ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണാം, അവിടെ കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഒരു കളറല്ല മുശക്കലാക്കണമെങ്കിൽ അങ്ങനെ ആക്കുക. അപ്പോൾ നമ്മൾ അവനവന് ഇഷ്ടമുള്ള മാതിരി ഒക്കെ ആക്കാം കേട്ടോ. നമ്മളൊരു കളറ് സെലക്ട് ചെയ്ത് ഇനി അതൊന്ന് കുറച്ച് വലുതാക്കണമെങ്കിൽ ഒന്നിങ്ങനെ വലുതാക്കുക, അത് ചെറുതാക്കുക, സൈസ് കൂട്ടുക, അങ്ങനെയൊക്കെ ആക്കുക. ഇതിമ വെച്ചിട്ട് വലിച്ചാൽ മതി. ഇനി ഇതിന് ശേഷം കളറ് സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ ശരി എന്നുള്ളിടത്ത് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഓക്കെ ആയി. ഇനി നമ്മൾ ഇതൊരു 3D മോഡലാക്കണം എന്നുണ്ടെങ്കിൽ ഈ 3Dൻ്റെ ഓപ്ഷൻ ഉണ്ട്, ഇതിൽ താഴെ വലത്തോട്ട് നീക്കി കഴിഞ്ഞാൽ 3D കാണാം. അതിന് ശേഷം നമ്മൾ അത് പിന്നീട് ഇതിന് അഡ്ജസ്റ്റ്മെൻ്റ് ആട്ടത് കളർ ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ ആക്കുക. ഇനി അതിന് താഴോട്ട് പോന്നാൽ അതിങ്ങനെ പല മോഡലുകളൊക്കെ നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ മനസ്സിലാക്കുക. അതിൽ പല ഓപ്ഷനുകളുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള മാതിരിയൊക്കെ ആക്കുക. അപ്പോൾ ഇങ്ങനെ ചെരിച്ചാക്കണമെങ്കിൽ ഒന്നിങ്ങനെ ആക്കി വെക്കണമെങ്കിലും വെക്കുക. അതിന് ശേഷം ഒന്നിങ്ങനെ വലിച്ചാൽ അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള മാതിരി ഇതിൽ പല ഐറ്റംസ് ഉണ്ട്. അത് അവന് ഇഷ്ടമുള്ള മാതിരിയൊക്കെ സെറ്റിങ്ങിൽ നോക്കിയാൽ കാണാം. എന്നതിന് ശേഷം ഇവിടെ ശരി കൊടുക്കുക. അപ്പോൾ അത് സംഗതി ഓക്കെ ആയി. ഇനി നമ്മൾ വേറെ എൻ്റെ ഒരു പേര് ഇവിടെ എഴുതണമെന്നുണ്ടെങ്കിൽ വീണ്ടും മുകളിൽ പ്ലസ്സിൽ അമർത്തുക, ടെക്സ്റ്റ് കൊടുക്കുക, ടെക്സ്റ്റ് 2 പ്രാവശ്യം അമർത്തുക. എൻ്റെ പേരിവിടെ അമർത്തി ഇനി നമുക്കത് കളറൊന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ വീണ്ടും കളറിൽ വരിക. കളറിൽ വന്നതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതേമാതിരി ആക്കുക. അതെല്ലാം മുഷക്കലാക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ആക്കുക. പല ഐറ്റംസും നമുക്ക് ഇഷ്ടമുള്ള മാതിരിയൊക്കെ ആക്കാം. ഓക്കെ, പച്ചയിൽ കിടക്കട്ടെ. ഇനി വേറെ ഏത് കളറാണ് നമുക്ക് ഇഷ്ടമുള്ള കളറാണ്, പച്ചയിൽ കിടക്കട്ടെ. എന്നിട്ട് അതിന് ശേഷം ഇവിടെ ശരി കൊടുക്കുക. ഇനി അത് വേറെ മോഡലാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആക്കാം. ഉണ്ടോ, ഇങ്ങനെ തലതിരിച്ച് ഇങ്ങനെയൊക്കെ ആക്കുക. ഇഷ്ടമുള്ള മാതിരി ഇങ്ങോട്ട് തിരിക്കുക, അങ്ങോട്ട് തിരിക്കുക. ചോറ് കുറ്റിയോ? ഇപ്പോൾ 3Dയിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ അതൊരു സെറ്റിങ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ ഇഷ്ടത്തിന് അത് പല മോഡലുകൾ ഏതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതൊക്കെ അത് നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാകുന്നതായിരിക്കും. സെറ്റിങ്ങുകൾ കുറേ ഉണ്ട്, അവനവൻ്റെ ഐഡിയക്ക് അനുസരിച്ചൊക്കെ നമുക്കത് ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയേ ഇത് പണിയുള്ളൂ. ഇതിന് ശേഷം നമ്മളത് സേവ് ചെയ്യണത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മുകളിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഷെയർ ബട്ടണിൽ നിവർത്തിയാൽ ഇവിടെ കാണാം ഫേസ്ബുക്ക് പോലെ ഐറ്റം ഏതൊക്കെ ഇത് ഷെയർ ചെയ്യണം അതിലൊക്കെ ഷെയർ ചെയ്യുക. നമ്മൾ ഗാലറിയിൽ സേവ് ചെയ്യണമെങ്കിൽ ഇതുണ്ട്, സേവ് ടു ഗാലറി കൊടുത്താൽ എന്നിട്ട് നമ്മൾ ഗാലറിയിൽ വന്നാൽ
കണ്ടോ നമ്മൾ സെറ്റ് ചെയ്ത സാധനം അവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഇതെല്ലാവരും എല്ലാവരിലേക്കും എത്തിക്കുക, സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്കറിയുന്ന ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, നന്ദി, നമസ്കാരം, താങ്ക് യു.